മൂന്നാറിൽ കെട്ടിട നിർമ്മാണങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ചെന്നൈ ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിറക്കി. ഏലമലക്കാടുകളിലെ മരമുറിയും ഇടക്കാല ഉത്തരവിലൂടെ ട്രൈബ്യൂണൽ നിരോധിച്ചിട്ടുണ്ട്. മൂന്നാറിൽ പുതിയ കെട്ടിട നിർമ്മാണങ്ങൾക്കും നിലവിലുള്ളവയുടെ ലൈസൻസ് പുതുക്കുന്നതിനും കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാറിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഇനി മുതൽ റവന്യൂ, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവയുടെ അനുമതി വേണം. മൂന്നാർ പഞ്ചായത്ത് നിയമം ലംഘിച്ച് ഹോം സ്റ്റേകൾക്കും റിസോർട്ടുകൾക്കും അനുമതി നൽകിയതായി ട്രിബ്യൂണൽ കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിരോധന ഉത്തരവ്. ഏലമലക്കാടുകളിൽ മരം മുറിക്കുന്നതിന് പ്രത്യേക അനുമതി വാങ്ങണം. ദേവികുളം സബ് കലക്ടർ ശ്രീറാം വെങ്കിട്ടരാമനോട് കേസിൽ കക്ഷി ചേരാൻ ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടു. 2010 മുതൽ നൽകിയ നിർമ്മാണാനുമതി സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ മൂന്നാർ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സർക്കാരിന് മൂന്നാറിൽ പ്രത്യേക നയമുണ്ടെന്ന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ രഞ്ജിത്ത് തമ്പാൻ ട്രിബ്യൂണലിൽ അറിയിച്ചു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് നയം രൂപീകരിച്ചത്. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കേസ് ഓഗസ്റ്റ് 8 വീണ്ടും പരിഗണിക്കും. മീഡിയ 1 ചെന്നൈ. മൂന്നാറിൽ എന്താണ് സർക്കാരിന്റെ പ്രത്യേക നയം? ഈ വിഷയം ചർച്ച ചെയ്യുന്ന സ്പെഷ്യൽ എഡിഷൻ ഇന്ന് എന്നോടൊപ്പമുള്ളത് CPM-നെ പ്രതിനിധീകരിച്ച് ഡോക്ടർ വി ശിവദാസൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എന്നോടൊപ്പം ന്യൂസ് ഫ്ലോറിലുണ്ട്. CPI-യുടെ P പ്രസാദ് തിരുവനന്തപുരത്ത്, പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ കൊച്ചിയിൽ, കോൺഗ്രസിൻ്റെ ഡൊമിനിക് പ്രസന്റേഷൻ കൊച്ചിയിൽ, ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് VK ഫ്രാൻസിസ് ടെലിഫോൺ ലൈനിലുമുണ്ടാകും. ഡോക്ടർ വി ശിവദാസൻ, മൂന്നാറിലെ കെട്ടിട നിർമ്മാണത്തിന് ഇനി മുതൽ പഞ്ചായത്തിൻ്റെ മാത്രം അനുമതി പോരാ, അവിടെ റവന്യൂ വകുപ്പിൻ്റെ അനുമതി വേണം, മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ക്ലിയറൻസ് വേണം. ഇതാണ് ഇന്ന് ചെന്നൈ ഹരിത ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ്. നേരത്തെ തന്നെ ഒരു ഹൈക്കോടതി വിധിയുണ്ട്. മൂന്നാറിലെ കെട്ടിട നിർമ്മാണങ്ങൾക്ക് റവന്യൂ വകുപ്പിൻ്റെ അനുമതി ആവശ്യമാണെന്ന്. ആ ചട്ടം അല്ലെങ്കിൽ ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് ഈ അടുത്ത കാലത്തായി മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഏലമലക്കാടുകളിലെ മരങ്ങൾ മുറിച്ച് വരെ കെട്ടിടങ്ങൾ ഉയർന്നു പൊങ്ങിയിരിക്കുന്നത്. ഈ ഹരിത ട്രൈബ്യൂണലിൻ്റെ ഇടപെടലിനെ എങ്ങനെയാണ് ഈ സർക്കാർ കാണുന്നത്? മൂന്നാറിൽ സർക്കാരിനൊരു പ്രത്യേക നയമുണ്ട് എന്നാണ് ഇന്ന് കോടതിയിൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ രഞ്ജിത്ത് തമ്പാൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്താണ് മൂന്നാറിലെ നിങ്ങളുടെ പ്രത്യേക നയം? മൂന്നാറിനെ കുറിച്ച് സർവകക്ഷി യോഗം ചേരുകയുണ്ടായി. മൂന്നാറിലെ കയ്യേറ്റം, ആ കയ്യേറ്റത്തിൻ്റെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു, മൂന്നാറിലെ ഒരു തരി ഭൂമി പോലും കയ്യേറ്റക്കാർക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്ത നിലയിൽ. മൂന്നാറിന് വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിൻ്റെ ഒരു പേരും യശസ്സും പുറത്തെത്തിക്കുന്നതിൽ ആ കാലാവസ്ഥ, വളരെയേറെ കാലാവസ്ഥ, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, ഇതെല്ലാം കൊണ്ട് തന്നെ മൂന്നാറിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ആ ഭൂമിയുടെ പ്രത്യേകതകൾ നിലനിർത്താൻ അവിടുത്തെ കാലാവസ്ഥാപരമായിട്ടുള്ള സവിശേഷതകൾക്ക് തകരാറ് പറ്റാത്ത നിലയിലുള്ള ഒരു നയം മുന്നോട്ട് വെക്കേണ്ടതുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അന്ന് സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം അതിനോട് പോസിറ്റീവായിട്ട് തന്നെ പ്രതികരിക്കുകയും ചെയ്തു. അന്ന് മതമേലധ്യക്ഷന്മാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, മൂന്നാറിലെ വിവിധ ബഹുജന സംഘടനകളുടെ നേതാക്കന്മാർ, വിവിധ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകളെല്ലാം വളരെ പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കുകയുണ്ടായി. മൂന്നാർ എന്നുള്ളത് ഇന്ന് കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാറിനെ സംരക്ഷിക്കാൻ പറ്റുന്ന, ആ പ്രദേശത്തിൻ്റെ സവിശേഷതകൾക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു നയം അവിടെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. കുടിയേറ്റക്കാരെ മനസ്സിലാക്കിക്കൊണ്ട്, അവർക്ക് പട്ടയം നൽകിക്കൊണ്ട്, അവർക്ക് ജീവിക്കാനുള്ള അവസരമൊരുക്കിക്കൊണ്ട്, എന്നാൽ കയ്യേറ്റക്കാരെ ഒരു കാരണവശാലും അവർക്ക് കടന്നു വരാനാവാത്ത നിലയിലുള്ള ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. എൻ്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. ഹരിത ട്രൈബ്യൂണലിന് ഇപ്പോൾ ഇതുപോലെ ഇനി കെട്ടിട നിർമ്മാണത്തിന് മൂന്നാർ പഞ്ചായത്തിൻ്റെ മാത്രം അനുമതി പോരാ, അവിടെ റവന്യൂ വകുപ്പിൻ്റെ അനുമതി വേണം എന്ന് ഹൈക്കോടതിയുടെ തന്നെ വിധിയുള്ളപ്പോൾ വീണ്ടും ഹരിത ട്രൈബ്യൂണലിനെ കൊണ്ട് അത് വീണ്ടും ആവർത്തിച്ച് പറയിപ്പിക്കേണ്ടി വന്നത്, അങ്ങനെ നിയമം ലംഘിച്ച് കെട്ടിട നിർമ്മാണം യഥേഷ്ടം നടക്കാൻ അനുമതി നൽകുന്ന തരത്തിൽ ഒരു കെടുകാര്യസ്ഥത ഭരണ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായതുകൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ ഹരിത ട്രൈബ്യൂണലിന് വീണ്ടും ഇനി അതുമാത്രം പോരാ, മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കൂടി അനുമതി വേണം എന്ന് പറയിപ്പിച്ചത്? സർക്കാർ സംവിധാനങ്ങളുടെ പോരായ്മയല്ലേ? ഈ സർക്കാരിൻ്റെ മാത്രമല്ല, കഴിഞ്ഞ സർക്കാരുകളുടെയും. അല്ല, നിലവിൽ കെട്ടിടങ്ങൾക്ക് അനുമതി കൊടുക്കേണ്ടത് നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ മുകളിൽ എത്രമാത്രം അതിനകത്ത് കൈകാര്യം ചെയ്യാൻ അവിടെ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അത് തന്നെ അങ്ങനെ തന്നെ പോകണം. പിന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 1 വർഷമാണ് ഇപ്പോഴായിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ സർക്കാരിന് മുന്നിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഒരു റിപ്പോർട്ട്
നല്ല വ്യക്തമായ വടിവൊത്ത അക്ഷരത്തിൽ നിൽക്കുന്നുണ്ട്. അതിൽ താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ ഭരണ വകുപ്പുകളടക്കം ഒരു ഏകോപനവുമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്നും കെട്ടിട നിർമ്മാണങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ലാതെ അനുമതി നൽകുന്ന സാഹചര്യം മൂന്നാറിലുണ്ടെന്നും ഇപ്പോൾ ഉയർന്നു പൊങ്ങിയിരിക്കുന്ന ഈ അനധികൃതമായ കെട്ടിടങ്ങൾക്ക് അവരാണ് അനുമതി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഭരണ സംവിധാനത്തിന്റെ വീഴ്ചകളില്ലേ? ഇനി റവന്യൂ വകുപ്പിന് അനുമതി വേണമെന്ന് പറഞ്ഞാലും ഈ പറയുന്ന അഴിമതിയൊക്കെ അതിന്റെ ഭാഗമായി നടക്കാൻ സാധ്യതയില്ലേ? ഇതിൽ ഞാനും നിങ്ങളും തമ്മിൽ രണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷമായിട്ട് നിൽക്കേണ്ട കാര്യം ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയുന്നതാണ് മൂന്നാറിൽ സംഭവിച്ചിട്ടുള്ള എന്താണ്, അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് ആളുകൾക്കെല്ലാം കൃത്യമായിട്ട് വ്യക്തതയുണ്ട്. അത് ഈ ഒരു വർഷം കൊണ്ട് ആ പ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വലിയൊരു ഇടപെടലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ, അതോടൊപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കാനൊക്കെ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ. അങ്ങനെ നീക്കങ്ങൾ നടത്തുമ്പോൾ തന്നെ നാം കാണുകയാണ് എന്താണ്, അവിടെ ഒരു പറ്റം ആളുകൾ ഈ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നവരായിട്ടുണ്ട്, അവർക്ക് സഹായം ചെയ്യുന്ന ആളുകൾ അവിടെ മാത്രമല്ല മറ്റ് പല പ്രദേശങ്ങളുള്ളതുപോലെ അവിടെയുണ്ട്. അതിനെതിരായി കർക്കശിയുള്ള നടപടി ഗവൺമെൻറ് എടുക്കുന്നു. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവിടെ തെറ്റായ നിലയിൽ പെരുമാറുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഓരോ ഇഷ്യൂവിനെയും, ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂവിനെയും മുന്നോട്ട് കൊണ്ടുവന്നാൽ നടപടിയെടുക്കുന്നതിന് ഗവൺമെന്റിന് യാതൊരു മടിയില്ല. പിന്നെ അല്ല, ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഇഷ്യൂക്കകത്ത് ഈ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു കയ്യേറ്റക്കാരനെ സംരക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കയ്യേറ്റക്കാരെന്നല്ല അനധികൃതമായി കെട്ടിടം എടുത്തിട്ടുണ്ട്. കെട്ടിടമാണല്ലോ ഇവിടുത്തെ വിഷയം. ആ കെട്ടിട വിഷയത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് കെട്ടിടമെടുക്കുന്നതിന് സൗകര്യമൊരുക്കി കൊടുക്കാൻ ഈ ഗവൺമെന്റ്, ഇതിന്റെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റിയെങ്കിൽ വരാം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഹരിത ട്രൈബ്യൂണലിന്റെ ഈ കർശനമായ വ്യവസ്ഥ, മൂന്നാറിൽ ഇനി മുതൽ കെട്ടിട നിർമ്മാണങ്ങൾക്ക് പാലിക്കേണ്ട കർശന വ്യവസ്ഥ, റവന്യൂ വകുപ്പിന്റെ അനുമതി, മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ഇല്ലാതെ ഏലമലക്കാടുകളിൽ നിന്ന് മരം മുറിക്കാൻ പാടില്ല എന്ന ഉത്തരവ്, ഇതിനെ എങ്ങനെയാണ് മുൻ സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ കാണുന്നത്? മുൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെ മൂന്നാറിൽ കെട്ടിട നിർമ്മാണത്തിന് നിയന്ത്രണം വേണമെന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഞങ്ങളുടെ മുന്നണിയുടെ ചില പ്രത്യേകത വെച്ചാൽ നടന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം അടിയന്തരമായി അവിടെ കെട്ടിട നിർമ്മാണത്തിന് നിയന്ത്രണം കൊണ്ടുവരണം. മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് മൂന്നാറിന് ചോദിച്ചതല്ല. അപ്പോൾ നിങ്ങളെന്നോട് ചോദിക്കും നിങ്ങൾ എത്ര കാലം, ശരിയാണ്, ഞാൻ അഡ്മിറ്റ് ചെയ്തോട്ട് പറയുകയാണ്. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് പണിത ബിൽഡിങ്ങൊക്കെ ഒറ്റ നിലയല്ലേ? എന്തുകൊണ്ടാണ് അവർ മൂന്നാറിൻ്റെ പ്രത്യേക സ്ഥിതി വെച്ചാണ് അങ്ങനെ ഒരു നയം രൂപീകരിച്ചത്. പക്ഷേ കേരളത്തിൽ ജനാധിപത്യ ഗവൺമെൻറ്റുകൾ വന്നതിന് ശേഷം അവിടെ നിർമ്മാണം നടക്കുക. ഇപ്പോൾ എന്താ നിങ്ങളുടെ ടി.വിത്തിൻ്റെ പരസ്യം വരുന്നില്ലേ, ചില കാറ്ററിംഗ് കോളേജിൻ്റെ എത്ര നിലയാത് മൂന്നാർ താങ്ങാൻ കഴിയുമോ? ഞാനിത് പറയുന്നത് ഒരു മുൻ സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞങ്ങൾക്കുണ്ടായ വീഴ്ചകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് റവന്യൂ വകുപ്പ് മാത്രം പോരാ, മൂന്നാറിന് വേണ്ടി പ്രത്യേകമായി ബിൽഡിംഗ് റൂൾസ് ഉണ്ടാവണം. ഇന്ന് കേരളത്തിലുള്ള ബിൽഡിംഗ് റൂൾസ് എങ്ങനെയാണ്? എല്ലാ പഞ്ചായത്തും ഒരുപോലെയാണ്. പക്ഷേ ഇന്നലെ ഞാൻ മന്ത്രി പറയുന്നത് കേട്ടു, പ്രത്യേകമായി മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും പഞ്ചായത്ത് ഉണ്ടാക്കുന്ന നല്ല കാര്യം. പക്ഷെ മൂന്നാറിന് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാവണം. മൂന്നാറിൽ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് കൊടുക്കാൻ പാടില്ല. അവിടെ വരുന്നൊരു പ്രശ്നം, നമ്മൾ 2, 3, 4 സെൻറ്റ് സാധാരണ പട്ടയം കൊടുക്കും. അവരാ പട്ടയം വിൽക്കുകയാണ്, ഒരാൾ പോയിട്ട് 10 പട്ടയം മേടിക്കും, അവൻ്റെ ഒരു 50 സെൻറ്റ് സ്ഥലമായി, പിന്നെ അവിടെ വലിയ 5 നില കെട്ടിടമായി ടൂറിസത്തിൻ്റെ പേരിൽ. അതുപോലെ തന്നെ മൂന്നാറിലേക്കുള്ള വരവ് നിയന്ത്രിക്കണ്ടേ? എത്ര ആളെ താങ്ങാൻ മൂന്നാറിന് കെൽപ്പുണ്ട്? ഈ ആളുകൾ വരുമ്പോഴാണ് ഓരോ വർഷവും പുതിയ ടൂറിസ്റ്റ് ബംഗ്ലാവ് വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നിയന്ത്രിത മേഖലയാക്കി മൂന്നാറിനെ സംരക്ഷിക്കാൻ ഹരിത ട്രൈബ്യൂണലിൻ്റെ പുതിയ വിധിയുടെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് പുതിയ നിയമനിർമ്മാണം നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ പി പ്രസാദ്, മൂന്നാറിലെ സ്ഥിതി അതീവ ഗുരുതരമാണെന്നും മൂന്നാറിൻ്റെ പാരിസ്ഥിതിക സ്വഭാവം അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഈ നിലയ്ക്കാണ് മൂന്നാർ വിഷയം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ മൂന്നാർ നമുക്ക് നാൾക്കുനാൾ നമ്മളുടെ മുന്നിൽ അത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണേണ്ടി വരിക എന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടുണ്ട്. മുല്ലക്കര രത്നാകരൻ അധ്യക്ഷനായിട്ടുള്ള നിയമസഭാ കമ്മിറ്റിയുടെയും റിപ്പോർട്ടിൽ പറയുന്നത് മൂന്നാറിലെ സ്ഥിതിയുടെ ശോചനീയാവസ്ഥ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ എന്നിട്ടും വേണ്ട രീതിയിൽ ഒരു ഇടപെടൽ നടത്താൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? രണ്ടാമതായി, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഹരിത ട്രൈബ്യൂണലിൻ്റെ ഉത്തരവുകൾ, അതിലൊന്ന്, നിലവിലുള്ള കെട്ടിടങ്ങൾക്ക് ഇനി മുതൽ ലൈസൻസ് പുതുക്കി നൽകരുത്, ഇനി പുതിയ കെട്ടിടങ്ങൾ വരുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ എന്തൊക്കെ, അതിൽ റവന്യൂ വകുപ്പിൻ്റെ അനുമതി, മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അനുമതി, അതോടൊപ്പം തന്നെ കാർഡമം ഹിൽ റിസർവിൽ ഏലമല തോട്ടങ്ങളിൽ നിന്ന് മരം മുറിക്കുന്നതിന് ഇനി മുതൽ കർശനമായ നിയന്ത്രണം, ഇതൊക്കെ എന്നിവയൊക്കെയാണ്.
ഇതെല്ലാം തന്നെ നേരത്തെ തന്നെ ഹൈക്കോടതി വിധിയിലൂടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. 2010 മുതൽ മൂന്നാറിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കളക്ടറുടെ NOC നിർബന്ധമാക്കിക്കൊണ്ട് കോടതിയുടെ ഉത്തരവുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഈ നിയമങ്ങളെല്ലാം കർശനമായി നിലനിൽക്കെ തന്നെയാണ് മൂന്നാറിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വൻകിട കെട്ടിടങ്ങൾ ഉയർന്നു പൊങ്ങിയതും റിസോർട്ടുകളായി അവ രൂപാന്തരപ്പെട്ടതും. സർക്കാർ സംവിധാനങ്ങളുടെ ഭരണ സംവിധാനങ്ങളുടെ തികഞ്ഞ പരാജയമല്ലേ ഹരിത ട്രൈബ്യൂണലിനെ കൊണ്ട് ഇത്ര കർക്കശമായ ഒരു നിയന്ത്രണവും നിയമവും മുന്നോട്ട് വയ്പ്പിക്കാൻ ഇടയാക്കിയത്? ചെന്നൈയിലെ ഹരിത ട്രിബ്യൂണൽ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏറെ പ്രത്യേകതയുള്ളതാണ്, പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഇതിനകത്ത് അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം, ഗ്രീൻ ട്രിബ്യൂണൽ ഇന്ന് പറഞ്ഞ കാര്യം മൂന്നാറിൽ നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, ഇവിടെ നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ 2010 കേരള ഹൈക്കോടതി വിധി, 2 ഹൈക്കോടതി വിധികളാണ്, സുപ്രധാനങ്ങളായ 2 ഹൈക്കോടതി വിധികളാണ് മൂന്നാറുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. 2010 ഹൈക്കോടതി വിധിയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പിൻ്റെ NOC വേണം എന്നുള്ളത്. ഇവിടെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, വളരെ ശരിയായ കാര്യമായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ആ കോടതി വിധി പാലിക്കാൻ കഴിഞ്ഞില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആ വിധി പാലിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് മൂന്നാറിൽ ആദ്യത്തെ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് NOC കർശനമാക്കി. അപ്പോഴാണ് അവിടെ ഒന്നും കെട്ടിടം വെക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം പറഞ്ഞാൽ സമരങ്ങൾ പോലും മൂന്നാറിലുണ്ടായത് അതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഗ്രീൻ ട്രിബ്യൂണൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് NOC വേണം എന്നുള്ള കാര്യം, റവന്യൂ വകുപ്പിൻ്റെ NOC വേണം എന്നുള്ള കാര്യം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആദ്യ നാളുകൾ മുതൽ തന്നെ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒരു വെള്ളവും ചേർത്തിട്ടില്ല. ഇപ്പോൾ മൂന്നാറിൽ ഒരനധികൃതമായ നിർമ്മാണ പ്രവർത്തനവും നടക്കുന്നില്ല എന്ന കാര്യം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. രണ്ടാമത്തെ പ്രശ്നം CHRൻ്റെ ആണ്, കാർഡമം ഹിൽ റിസർവിൻ്റെ കാര്യത്തിലാണ്. അവിടെയും ഇതേപോലെ തന്നെയാണ്. മരം മുറിക്കാൻ ഒരനുവാദവും ഇപ്പോൾ നിലവിലില്ല. ഏലത്തിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട ഷെയ്ഡിന് വേണ്ടിയിട്ടുള്ള ശിഖരങ്ങൾ മുറിക്കാനുള്ള അനുമതി മാത്രമേ അവിടെ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട ഗോദവർമ്മ തിരുമുൽപ്പാടിൻ്റെ കേസ് സുപ്രീം കോടതിയിലാണ്. കേരള ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. കേരള ഗവൺമെൻറ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളതും അവിടുത്തെ വസ്തു റവന്യൂ വകുപ്പിൻ്റേതും വനം വകുപ്പിൻ്റേതുമാണ്. ആ മരം മുറിക്കാൻ അനുവാദമില്ല എന്നുള്ള കാര്യമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് ഇന്ന് ഗ്രീൻ ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവരുടെ കൂടി അനുമതി വേണം എന്നുള്ളത്. മൂന്നാർ എന്ന് പറഞ്ഞാൽ മൂന്നാർ പഞ്ചായത്തോ മൂന്നാർ വില്ലേജോ മാത്രമല്ല, 8 വില്ലേജുകൾ ഉൾക്കൊള്ളുന്നൊരു പ്രദേശത്തെ മൊത്തത്തിലെടുത്താണ് മൂന്നാർ പ്രദേശം എന്ന് കണക്ക് കൂട്ടിയിരിക്കുന്നത്. വളരെ ഗൗരവതരമാണ് അവിടുത്തെ സ്ഥിതി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി എത്രയാണ്, എത്ര പേരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയും, അവിടെ മാലിന്യങ്ങൾ എന്തെല്ലാം കുന്നുകൂടുന്നുണ്ട്. ഈ 3 ആറുകൾ സംഗമിക്കുന്ന ഈ മൂന്നാറിൻ്റെ മണ്ണിൽ അവിടുത്തെ ജലം മൊത്തം മലിനമായിക്കൊണ്ടിരിക്കുന്ന ഇടത്ത് ഈ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആവശ്യമായ അടിയന്തര ഇടപെടൽ അതിലേക്കെല്ലാം എത്തിച്ചേരേണ്ടതുണ്ട്. ഇപ്പോൾ ഈ നിയന്ത്രണങ്ങളെല്ലാം ഉണ്ട്. താങ്കൾ ഈ പറഞ്ഞ ഏലമലക്കാടുകളുടെ കാര്യത്തിൽ ശ്രീ പ്രസാദ്, താങ്കൾ ഈ പറഞ്ഞ ഏലമലക്കാടുകളുടെ കാര്യത്തിൽ ഇടുക്കി ജില്ലയിലെ ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിൽ 2 ലക്ഷം ഏക്കറിലധികം വരുന്ന ഏലമലക്കാടുകളുടെ കാര്യത്തിൽ അവർക്ക് ആ സ്ഥലത്തിന് റവന്യൂ പദവി നൽകാൻ വേണ്ടിയുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതിൻ്റെ തെളിവാണ് മാർച്ച് 27 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉണ്ടായ വിലയിരുത്തൽ. ഈ ഏലമലക്കാടുകൾ റവന്യൂ ഭൂമിയാണെന്നാണ്. ഏലമലക്കാടുകളിൽ മരങ്ങൾ മുറിക്കുന്നതിനുള്ള പ്രധാന തടസ്സം അത് വനഭൂമിയാണ് എന്നതായിരുന്നുവല്ലോ. ഇത് റവന്യൂ ഭൂമിയാക്കി മാറ്റി പട്ടയം നൽകാൻ വേണ്ടിയുള്ള നീക്കമാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന ആക്ഷേപം അന്ന് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നതാണ്. എന്താണ് ഏലമലക്കാടുകളിലെ റവന്യൂ പദവിയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ നിലപാട് ശരിയല്ല. ആ വാദഗതിയെ അഭിപ്രായഗതിയെ ശരിയല്ല. കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്താണ് വനം റവന്യൂ വകുപ്പുകൾ സംയുക്തമായി സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത്. ഗോദവർമ്മ തിരുമുൽപ്പാടിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന വനനിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ വനശോഷണത്തെക്കുറിച്ചായിരുന്നു ഗോദവർമ്മ തിരുമുൽപ്പാട് സുപ്രീം കോടതിയിൽ കേസുമായിട്ട് പോയത്. ആ കേസിൽ ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങൾക്കും നോട്ടീസ് അയച്ചു. കേരളത്തിൻ്റെ ഗവൺമെൻറ് പറ്റിയ അബദ്ധങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. വനം വകുപ്പ് ഒരു റിപ്പോർട്ട് കൊടുക്കും, റവന്യൂ വകുപ്പ് വേറൊരു റിപ്പോർട്ട് കൊടുക്കും. ഇവിടെ ഒരു ഗവൺമെൻറ് ഇല്ലേ എന്ന് സുപ്രീം കോടതി നിരവധി തവണ ചോദിക്കുന്നതിലേക്കെത്തി. ആ സാഹചര്യത്തിലാണ് ഇടതുപക്ഷ മുന്നണി ഈ കേരളത്തിൽ 2006-2011 അധികാരത്തിൽ വരുന്നത്. ആ ഗവൺമെൻറ് കാലത്താണ് വനം റവന്യൂ വകുപ്പ് സെക്രട്ടറിമാരടക്കമുള്ള സമിതിയെ ചുമതലപ്പെടുത്തുകയും മന്ത്രിമാരുടെ സബ് കമ്മിറ്റി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ട് ഈ ഭൂമി സംബന്ധിച്ച് നമ്മുടെ സ്റ്റേറ്റ് ആർക്കൈവ്സിലുണ്ടായിരുന്ന രാജഭരണകാലത്തെ റെക്കോർഡുകൾ ഉൾപ്പെടെ എടുത്തു വെച്ചിട്ടാണ് അവിടുത്തെ ഭൂമി റവന്യൂ ഭൂമിയാണ് എന്നും
മരം വനം വകുപ്പിൻ്റെ ആണ് എന്നുള്ള ഇടത്തിലേക്കുള്ള അഫിഡവിറ്റ് കൊടുത്തത്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു മാറ്റം വരുത്തി വന്നിട്ടില്ല. ആ കേസിനകത്ത് തീർപ്പുണ്ടായിട്ടില്ല. ഗോദവർമ്മ തിരുമുൽപ്പാട് കേസ് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. തീർപ്പുണ്ടായിട്ടേ ഇല്ല. നേരത്തെ പറഞ്ഞു വേറെ ആരും ഇതിൻ്റെ മണ്ടയ്ക്ക് അടയിരിക്കുകയായിരുന്നു. എല്ലാവരും ഒരു തീരുമാനവും എടുത്തിരുന്നതില്ല. CHRുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം അതാണ്. മൂന്നാറിലേക്ക് എത്തുമ്പോൾ മൂന്നാറിൻ്റെ കാര്യത്തിനകത്ത് ഇന്ന് കേരളത്തിന് വേണ്ടി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ രഞ്ജിത്ത് തമ്പാൻ അവിടെ പറഞ്ഞു 125ഓളം വലുതും ചെറുതുമായ കയ്യേറ്റങ്ങളെക്കുറിച്ച് ഏകദേശ ലിസ്റ്റുകളെല്ലാം ആയിട്ടുണ്ട്. 400 ഏക്കർ വരെയുള്ള വൻകിട കയ്യേറ്റങ്ങളെക്കുറിച്ചുള്ള ലിസ്റ്റ് റവന്യൂ വകുപ്പിന് കൈവശമുണ്ട് എന്നും നിയമപരമായി നടപടിക്രമങ്ങൾ പാലിച്ച് അതെല്ലാം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് ഗ്രീൻ ട്രിബ്യൂണലിൽ കേരള ഗവൺമെൻറ്റിന് വേണ്ടി അവിടെ റിപ്പോർട്ട് കൊടുത്തു. നേരിട്ട് ചെന്ന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലാണ് ആ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ ഇച്ഛാശക്തിയുണ്ട്. അവിടുത്തെ ഉണ്ടായിരുന്ന കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് മൂന്നാറിനെ സംരക്ഷിക്കേണ്ടത് മൂന്നാറിൻ്റെ ടൂറിസം ഭംഗി നിലനിർത്താൻ മാത്രമല്ല, അവിടുത്തെ ജലസമൃദ്ധിയുടെ ഏറ്റവും പ്രശ്നമാണ്, കാലാവസ്ഥയുടെ പ്രശ്നമാണ്, ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. താഴേക്ക് വരുമ്പോഴുള്ള ജനതയുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാന ഘടകമായ വെള്ളത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയെല്ലാം പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു മേഖലയിലേക്ക് ടൂറിസത്തിൻ്റെ പേര് പറഞ്ഞ് കയ്യേറ്റത്തിൻ്റെ മാഫിയകൾ ചെല്ലുന്നുണ്ട്. ആ മാഫിയകളോട് സന്ധിയില്ല എന്ന് പാപ്പാത്തിച്ചോലയിലെ കുരിശ് നീക്കം ചെയ്തതിലൂടെ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നടപടികളുമായി മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഈ ചർച്ച പുരോഗമിച്ചപ്പോൾ ശ്രീ പി പ്രസാദ് ഈ ചർച്ചയിൽ തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ചെന്നൈയിലെ ഹരിത ട്രൈബ്യൂണൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഉത്തരവ് വിധിയും വരുന്നതിന് മുൻപേ തന്നെ ഈ സർക്കാർ നടപ്പാക്കി കഴിഞ്ഞുവെന്ന്. അവിടെ നിന്ന് തുടങ്ങാം താങ്കൾക്ക് ഈ ചർച്ചയിലുള്ള ഇടപെടൽ. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് പ്രസാദ്. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയെയും റവന്യൂ വകുപ്പിൻ്റെ അതിലുള്ള താല്പര്യത്തെയും ഒട്ടും ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ സർക്കാർ എന്ന് പറയുന്നത് റവന്യൂ വകുപ്പ് മാത്രമല്ല. റവന്യൂ വകുപ്പിൻ്റെ സമ്മതം വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളവിടെ കണ്ട കാഴ്ച ഗോപികൃഷ്ണനും എനിക്കും പ്രസാദിനും ഒക്കെ അറിയാം. റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ അവിടെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ 154 സർവകക്ഷി യോഗത്തിൽ, ഇപ്പോൾ 175 കയ്യേറ്റം ഒഴിപ്പിക്കാൻ ചെല്ലുമ്പോൾ എന്തൊക്കെ തടസ്സങ്ങളാണ് ആ റവന്യൂ ഉദ്യോഗസ്ഥൻ സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമന് നേരിടേണ്ടി വന്നത് എന്ന് ഞാൻ ആവർത്തിക്കുന്നതേയില്ല. ആരാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് തടസ്സമിട്ടത്? അവസാനം ഒരു മന്ത്രി, ക്യാബിനറ്റിൽ ഒരു മന്ത്രി അദ്ദേഹത്തിന് ഊളംപാറയ്ക്ക് അയക്കണമെന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ പ്രസാദിൻ്റെ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട റവന്യൂ മന്ത്രിയും കളക്ടറും റവന്യൂ സെക്രട്ടറിയും നിർദ്ദേശിച്ചനുസരിച്ച് പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനെ ഊളംപാറയ്ക്ക് അയക്കണമെന്ന് കേരളത്തിൽ ഒരു ക്യാബിനറ്റ് മന്ത്രി പറഞ്ഞു. ആ മന്ത്രി ഇപ്പോഴും ക്യാബിനറ്റിലുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി എന്ന് പ്രസാദ് പറയുന്നത് റവന്യൂ വകുപ്പിൻ്റെ ഇച്ഛാശക്തിയാണെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ റവന്യൂ വകുപ്പിന് മാത്രം മൂന്നാറിൽ ഒന്നും ചെയ്യാനാവില്ല എന്ന് ഇതുവരെയുള്ള കാര്യങ്ങളുണ്ട്. 2007 മൂന്നാറിൽ അനധികൃത കയ്യേറ്റം 92 ബിൽഡിങ്ങുകൾ പൊളിച്ചതൊഴിച്ചാൽ ഒരനധികൃത നിർമ്മാണവും മൂന്നാറിൽ നിന്ന് ഇതുവരെ നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പാപ്പാത്തി ചോലയിൽ ഒരു കുരിശ് വേണമെങ്കിൽ നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. അതിനും ഈ പറഞ്ഞ ആളുകൾ എത്ര തെറി കേട്ടു എന്ന കാര്യം അതാരാ തെറി പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു വന്നത് ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി. അന്ന് സർവകക്ഷി യോഗത്തിൽ 154 കയ്യേറ്റങ്ങളിൽ ഏത് കയ്യേറ്റം ഒഴിപ്പിക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. അതിന് കാരണമുണ്ട്. ആ കയ്യേറ്റങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കയ്യേറ്റങ്ങൾ ചിലത് ഭരണകക്ഷിയുമായി നേരിട്ട് ബന്ധമുള്ളതും ഭരണകക്ഷിയുടെ ചില ആളുകൾക്ക് സ്വന്തമായുള്ളതും അവരുടെ ബന്ധുക്കൾക്കുള്ളതും അവർ പിന്താങ്ങുന്നതുമാണ് എന്ന് കേരളത്തിൽ ഒരു രഹസ്യമേ അല്ല. അതെങ്ങനെ ഒഴിപ്പിക്കുക? അതൊഴിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. പിന്നെ ഇച്ഛാശക്തി നമുക്ക് കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇച്ഛാശക്തിയുടെ കാര്യം എനിക്ക് പ്രസാദിനോട് ബഹുമാനമുണ്ട്, അദ്ദേഹത്തിന് ആഗ്രഹവുമുണ്ട്. അദ്ദേഹം തികഞ്ഞൊരു പരിസ്ഥിതി വാദിയാണ്, എനിക്കറിയാം, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. പ്രശ്നം മൂന്നാറിൽ ഇപ്പോൾ 2000-ലധികം റിസോർട്ടുകൾ മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അനൗദ്യോഗിക കണക്ക്. അതിൽ എത്ര എണ്ണം നിയമം പാലിച്ചുണ്ട് എന്ന കണക്ക് മാത്രം എടുത്താൽ മതി. ഹരിത ട്രിബ്യൂണലിൻ്റെ വിധി, ഹൈക്കോടതിയുടെ വിധി, നേരത്തെ പറഞ്ഞ സബ് കമ്മിറ്റിയുടെ വിധി എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മൂന്നാർ ഇപ്പോൾ നിൽക്കുന്നത്. ശ്രീ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചാണല്ലോ മൂന്നാറിൽ ഈ അടുത്ത കാലത്തുണ്ടായതെല്ലാം നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനെ കൂടി നിയന്ത്രിക്കാൻ വേണ്ടിയാണ് സ്വാഭാവികമായും റവന്യൂ വകുപ്പിന്റെ അനുമതി വേണം എന്ന്
മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും അനുമതി വേണമെന്ന കർശനമായ ഒരു ഉത്തരവ് ഹരിത ട്രൈബ്യൂണലിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കും അനധികൃത നിർമ്മാണങ്ങളും ആവർത്തിക്കാതിരിക്കുന്നതിന് ഒരു കാരണമായി മാറുമോ? അതല്ല അതിനെയും മറികടക്കുന്ന വമ്പന്മാർ അതുമായി മുന്നോട്ട് പോകുമോ? അല്ല, അത് തീരുമാനിക്കേണ്ടത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു പ്രവചനാത്മകമായ കാര്യമല്ല. ഇതുവരെയുള്ള അനുഭവം, ഈ വിധിയൊക്കെ അവിടെ കിടക്കും, റിപ്പോർട്ട് അവിടെ കിടക്കും, നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർബാധം നടന്നു പോകും എന്നതാണ് എൻ്റെ അനുഭവം. പ്രസാദിനെ പോലെ ഒരാൾ പറയുന്നത് സത്യമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റൂ. കാരണം പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞത് നടക്കുമെന്നൊരു ഉറപ്പ് എനിക്കില്ലാത്തത് കൊണ്ടുകൂടിയാണ്. ഇതുവരെയുള്ള അനുഭവം 2007 ശേഷം മൂന്നാറിൽ അത്തരത്തിൽ ഒരു മുന്നേറ്റവും മൂന്നാറിൽ നടന്നില്ല. പോയി ബോർഡ് വയ്ക്കും, വി.എസ്. അച്യുതാനന്ദൻ തന്നെ കുറെ കഴിഞ്ഞപ്പോൾ ബോർഡ് വയ്ക്കും. ഇപ്പോൾ ആ ബോർഡ് എവിടെയാണെന്നറിയില്ല, ആരാ ബോർഡ് വെച്ചെന്നറിയില്ല, ബോർഡ് മാറ്റി അവിടെ കയ്യേറ്റം വരും. ഞാനിപ്പോഴും പറയുന്നു 2007 ശേഷം 2017 10 വർഷം, കഴിഞ്ഞ 10 വർഷം ഒറ്റ കാര്യം ചെയ്താൽ മതി. ആ മൂന്നാറിലെ പഞ്ചായത്തിൽ നിന്ന് ആര് ഭരിക്കട്ടെ, ആര് ഭരിച്ചാലും കുഴപ്പമില്ല, അവിടേക്ക് ബിൽഡിംഗ് നമ്പർ കൊടുത്തതിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ ഗ്രീൻ ട്രിബ്യൂണൽ ചോദിച്ചിട്ടുണ്ട്. അത് മാത്രം എടുത്തിട്ട് 1, 2, 3 എന്നിട്ട് പറയാം. പിന്നെ കുടിയേറ്റം കയ്യേറ്റം എന്നൊന്നും CHRലും മൂന്നാറിലും ബാധകമായ കാര്യമല്ല. ഒരു കുടിയേറ്റവും മൂന്നാറിലില്ല. അവിടെ കയ്യേറ്റം മാത്രമേ ഉള്ളൂ. കാരണം കുടിയേറാൻ പറ്റാത്തൊരു ഭൂമിയാണ് അത്. ഇനി 20 നിലയുള്ള കെട്ടിടം ഇപ്പോൾ നിങ്ങളുടെ വിഷ്വലിൽ കാണാം. 20 നിലയുള്ള കെട്ടിടമുണ്ട് മൂന്നാറിൽ. ഇത് അവിടുത്തെ രാഷ്ട്രീയ കക്ഷികളോ MLA മാരോ MP മാരോ പഞ്ചായത്ത് മെമ്പർമാരോ അറിയാതെ ഉണ്ടായതൊന്നും അല്ലല്ലോ. ഇരിക്കുന്ന ഗവൺമെൻറ് ആരാവട്ടെ, അവിടെ MP ഉണ്ട്, MLA ഉണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, ഗ്രാമപഞ്ചായത്തുണ്ട്. ഇതിലൊക്കെ രാഷ്ട്രീയ നേതാക്കളിൽ ഇരിക്കണേ. ഇവരുടെയൊക്കെ അറിവോട് കൂടിയാണ്. ഇതുപോലെ ഒരു ചർച്ചയിൽ അവിടുത്തെ MLA പറഞ്ഞത് മൂന്നാറിൽ ഒരു അനധികൃത കെട്ടിടവും ഇല്ല എന്നാണ്. ഞാൻ വരാം ശ്രീ ശിവദാസൻ, ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, മൂന്നാർ ഒഴിപ്പിക്കൽ അന്ന് നടന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അനധികൃത കെട്ടിടങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നു. KSEBയുടെയും ആരോഗ്യ വകുപ്പിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റേതും അടക്കം സർക്കാർ ഭൂമി വ്യാപകമായി കയ്യേറിയിരിക്കുന്നു. പള്ളിവാസൽ, ആനവിരട്ടി വില്ലേജുകളിൽ ഏലത്തോട്ടങ്ങളിലെ മരങ്ങൾ മുറിച്ചുമാറ്റി അവിടെ പാറയും മണ്ണും ഖനനം ചെയ്ത് വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. CR നീലകണ്ഠൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എല്ലാ തരത്തിലുള്ള പാരിസ്ഥിതികമായ അതിൻ്റെ സന്തുലിതാവസ്ഥയും നശിപ്പിച്ചുകൊണ്ട്, ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട്, എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളെയും മറികടന്നുകൊണ്ട് അവിടെ കെട്ടിടങ്ങൾ പൊന്തി വരുന്നു. അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ നേരിടാൻ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? നാളിതുവരെയുള്ള സർക്കാരുകൾ എന്ത് ചെയ്തു? ടാറ്റ കയ്യേറി വച്ചിരിക്കുന്ന സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കാൻ, ഒരു ഇഞ്ചെങ്കിലും തിരിച്ചു പിടിക്കാൻ ഈ സർക്കാരിനെ കൊണ്ട് സാധിക്കുമോ? എന്താണ് നിങ്ങളുടെ നയം? എന്താണ് നിങ്ങളുടെ പരിപാടി? ഈ സർക്കാരിന് ഈ കാര്യത്തിൽ സുവ്യക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം എന്ന് പറഞ്ഞാൽ CR നീലകണ്ഠൻ്റെ അഭിപ്രായത്തിന് വ്യത്യസ്തമാണ്. ഇടുക്കി ജില്ലയിൽ കുടിയേറ്റക്കാരുമുണ്ട്, കയ്യേറ്റക്കാരുമുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പാവപ്പെട്ട തൊഴിലാളിയുടെ 2 സെന്റിലും 3 സെന്റിലും ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്റെ വേദന മനസ്സിലാവില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് മൂന്നാറിലും മാത്രമല്ല, ഇടുക്കിയിലില്ല, മൂന്നാറിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും പാവപ്പെട്ട ആളുകൾ അവരുടെ ഉപജീവനത്തിന് വേണ്ടി എത്തിച്ചേർന്ന് അവിടങ്ങളിൽ താമസിക്കുന്നുണ്ട്. ആ താമസിക്കുന്ന മനുഷ്യർ അങ്ങനെയുള്ള തോട്ടം തൊഴിലാളികളുടെ കുടുംബത്തിൽപ്പെട്ട ഇപ്പോൾ MLA ആയി പ്രവർത്തിക്കുന്ന ഒരാളെ വലിയ കയ്യേറ്റക്കാരനായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ സമരത്തിനിരുന്ന ആളുകളൊക്കെ വിശേഷിപ്പിച്ചതിൻ്റെ കാര്യമൊന്നും ഞാൻ അങ്ങോട്ടൊന്നും കടന്നു പോകുന്നില്ല. നമ്മുടെ ചർച്ച ഇന്നത്തെ ട്രിബ്യൂണലിൻ്റെ വിധിയും അതിൻ്റെ ഉള്ളടക്കമാണല്ലോ കാര്യങ്ങൾ. ആ ട്രിബ്യൂണലിൻ്റെ വിധി, ഇതിനകത്ത് ട്രിബ്യൂണലിന് അങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കുന്നതിനുള്ള അവകാശമുണ്ടോ, അധികാരമുണ്ടോ എന്നുള്ളതെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ വിധിയെ സംബന്ധിച്ച് റവന്യൂ വകുപ്പും അതുപോലെ പരിസ്ഥിതി നമ്മുടെ മലിനീകരണ നിയന്ത്രണ ബോർഡും അനുമതി കൊടുത്തതിന് ശേഷം മതി ഇനിയുള്ള കെട്ടിടങ്ങൾ എടുക്കൽ എന്ന് പറയുന്നത് ആ മൂന്നാറിലും ഇടുക്കി ജില്ലയിലും, മൂന്നാറിൻ്റെയും ഇടുക്കിയുടെയും പൊതുവിൽ കേരളത്തിൻ്റെയും പാരിസ്ഥിതികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അത് ആ മേഖലയെ സംരക്ഷിക്കാൻ നമ്മുടെ തന്നെ നാടിൻ്റെ നന്മക്ക് ഉപയോഗപ്പെടുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അങ്ങനെ ഒരു ആലോചിച്ച് കഴിഞ്ഞാൽ അത് നല്ല ഫലങ്ങൾ ഉണ്ടാക്കും, ഓർമ്മപ്പെടുത്തൽ നല്ല ഫലങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുകയുണ്ടായി, ഞങ്ങളുടെ ഭരണകാലം, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള ആളുകൾ, അവരുടെ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ള പോരായ്മകൾ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. ഞാൻ സൂചിപ്പിച്ചത് അന്ന് 4 നില കെട്ടിടങ്ങളും CR നീലകണ്ഠൻ പറഞ്ഞ ആ ഞാനൊന്ന് പൂരിപ്പിച്ചോട്ടെ. 4 നില കെട്ടിടങ്ങളോ 5 നില കെട്ടിടങ്ങളിലോ അന്ന് വന്നിട്ടുണ്ട്. കേരളത്തിൽ പിണറായി വിജയൻ വന്നിട്ട് 1 വർഷമായത്. ഒരു 4 നില കെട്ടിടത്തിനും ഒരു 5 നില കെട്ടിടത്തിനും അനുമതി കൊടുത്തിട്ടില്ല. ഒരു 5 നില കെട്ടിടത്തിനും ഈ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പോകുന്നില്ല, സംരക്ഷണം കൊടുക്കാൻ പോകുന്നില്ല. ആ കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട്
മൂന്നാറിനെ സംരക്ഷിക്കാൻ, അവിടുത്തെ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ, പ്രകൃതി സംരക്ഷിക്കാൻ ഞങ്ങൾ എന്റെ നിലപാടെടുക്കും. ചോദ്യം, ഈ പറഞ്ഞ കാര്യത്തിനോടുള്ള എന്റെ ചോദ്യം ശ്രീ ശിവദാസൻ, മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളുമായി ജില്ലാ ഭരണകൂടം, റവന്യൂ വകുപ്പും അങ്ങോട്ട് ചെന്നപ്പോൾ തടുത്ത കൂട്ടരുടെ കൂട്ടത്തിൽ CPM-ന്റെ പ്രാദേശിക നേതൃത്വം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടുണ്ടായി? എന്തുകൊണ്ട് അവിടെ നിന്നും CPM-ന്റെ പ്രാദേശിക നേതൃത്വം ഈ തരത്തിലുള്ള ഒരു വിഘാതം അവിടെ സൃഷ്ടിക്കുന്നു? നിങ്ങളുടെ നയം മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലാണ്, വൻകിട കയ്യേറ്റം ഒഴിപ്പിക്കലാണ്, സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കലാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം അവിടെ എതിർപ്പുമായി വരുന്നു? എന്തുകൊണ്ട് അതിനെ മറികടക്കാൻ കഴിയുന്നില്ല? എന്ത് കാര്യം എന്താ വെച്ചാൽ, ഈ CR നീലകണ്ഠനെ പോലുള്ള ആളുകളുടെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ, മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കപ്പെടാൻ പാടില്ല. അതിനെന്ത് വേണം? അതിന് അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ ഉപദ്രവിക്കണം എന്ന് പറഞ്ഞാൽ, ഈ കുടിയേറ്റക്കാരായിട്ടുള്ള ചെറിയ ഭൂമിയിൽ ജീവിക്കുന്ന പാവപ്പെട്ട ആളുകളെല്ലാം അടിച്ചോടിക്കണം. അങ്ങനെ അടിച്ചോടിക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധം ഉയർന്നു വരും. ആ പ്രതിഷേധം ഉയർന്നു വരുന്നതിൻ്റെ പേരിൽ, ആ പ്രതിഷേധത്തിൻ്റെ പേരിൽ അതിസമ്പന്നരായിട്ടുള്ള കയ്യേറ്റക്കാരെ, ഈ മാളികൾ എടുത്തിട്ടുള്ള കയ്യേറ്റക്കാരെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഇവർക്ക് നിരാഹാരം കിടക്കുമ്പോൾ AC കാറിൽ ഒരുക്കി കൊടുക്കുന്ന സമ്പന്നരായിട്ടുള്ള കുറച്ചാളുകളുണ്ട്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വം ഒരു പ്രവർത്തനം നടത്തുകയാണ്. പരിസ്ഥിതിയുടെ ലേബൽ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഇവരുടെ താല്പര്യം പരിസ്ഥിതിയൊന്നുമല്ല, കുറച്ച് വൻകിടക്കാരെ സംരക്ഷിക്കണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ നിലപാടെടുക്കുന്നത്. ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ, അവിടെ ഇടുക്കിയിൽ ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവരെ സംരക്ഷിക്കണം, കുടിയേറ്റക്കാരുണ്ട്, അവർക്ക് ഭൂമി കിട്ടണം, പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം. ഇത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു നയവും സമീപനമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളും അവർ തമ്മിൽ അടിസ്ഥാനപരമായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്. CR നീലകണ്ഠൻ, അല്ല, എനിക്ക് ശിവദാസനോട് വളരെ സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. സത്യത്തിൽ മൂന്നാറിൻ്റെ അവസ്ഥ ഈ പറയുന്ന കയ്യേറ്റം കുടിയേറ്റം എന്ന് കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ടാറ്റയിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് തോട്ടം തൊഴിലാളിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതാണ് ഞങ്ങൾ. 2 സെൻറ്റ് 3 സെൻറ്റ് അല്ല, 1 ഏക്കർ ഭൂമി കൊടുക്കണമെന്നാണ് നമ്മൾ സമരത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന് കൃത്യമായ കാരണവുമുണ്ട്. അവിടെ ഇപ്പോൾ കൊടുത്തിട്ടുള്ള 5 സെൻറ്റ് 2 സെൻറ്റ് 3 സെൻറ്റ് ഭൂമി എവിടെയാണെന്ന് പോലും അവർക്കറിയില്ല. 2 കൊല്ലം ആയിട്ട് ഭൂമി ഇപ്പോഴും അറിയില്ല. ഞാൻ പറഞ്ഞ പ്രശ്നം, അവിടെ ഒരു പാവപ്പെട്ടവനും അല്ല റിസോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. 2000 റിസോർട്ട് പാവപ്പെട്ടവരുടെയാണെന്ന് ശിവദാസ് പറയുന്നുവെങ്കിൽ എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. യഥാർത്ഥത്തിൽ അവിടെ ഏതെങ്കിലും ഒരു റിസോർട്ടിൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ ആദ്യം ഒരു MM മണിയാണ്. 242 ഏക്കർ കയ്യേറിയ ലംബോദരൻ എൻ്റെ പാർട്ടിക്കാരനല്ല. അത് ആരുടെ പാർട്ടിക്കാരനാണെന്നും എങ്ങനെയാണെന്നും പറയണം. ആൽബിൻ ആരുടെ പാർട്ടിക്കാരൻ? ഇപ്പോൾ പ്രസാദ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, റവന്യൂ വകുപ്പിൻ്റെ ഡിക്ലെയർഡ് ലിസ്റ്റിൽ ആരുടെയൊക്കെ പേരുണ്ടെന്ന് പറയട്ടെ. 154 പേര്. മുഖ്യമന്ത്രിക്ക് റവന്യൂ വകുപ്പ് കയ്യേറിയത് ഞാനൊന്നുമല്ല. ആ കയ്യേറിയവരാര് എന്ന് ശിവദാസ് പറയട്ടെ, അല്ലെങ്കിൽ പ്രസാദ് പറയട്ടെ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, എൻ്റെ കയ്യിലുണ്ട് ആ ലിസ്റ്റ്. ഞാൻ പറഞ്ഞത് തൊടില്ല, തൊടാനുള്ള ധൈര്യമില്ല. പിന്നെ ശിവദാസ് ഈ പറഞ്ഞ പോലെ ഞങ്ങളാണ് റിസോർട്ടിൻ്റെ ആളുകളെന്ന്. 92 റിസോർട്ട് പൊളിച്ച കാലത്ത് അതിൻ്റെ കൂടെ നിന്ന ആളുകളാണ് ഞങ്ങൾ. അന്ന് ആ പൂച്ചകൾക്കെതിരെ ബഹളം ഉണ്ടാക്കിയത് ആരാണെന്നും എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. പിന്നെ പൂച്ചയും പോയില്ല, എലിയും പോയില്ല അവിടേക്ക്. ശരി, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതെന്തായാലും മൂന്നാറിലെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം എന്ന് സദുദ്ദേശപരമായ നിലപാടെടുത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണല്ലോ താങ്കൾ. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇപ്പോൾ ഈ സർക്കാർ പറയുന്ന കാര്യങ്ങൾ, അതായത് ഹരിത ട്രൈബ്യൂണലിൽ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള മൂന്നാറിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു നയമുണ്ട്. ആ നയം കയ്യേറ്റക്കാരെ പൂർണ്ണമായി ഒഴിപ്പിക്കുക എന്നുള്ളതാണ്. വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണുള്ളത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. മുഖ്യമന്ത്രിയും ഇത് ആവർത്തിച്ച് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ചർച്ചയിൽ CR നീലകണ്ഠൻ പറഞ്ഞ കാര്യം, ഒരു സർക്കാരിനും ഈ തരം വൻകിട കയ്യേറ്റങ്ങളെ പൂർണ്ണമായി ഒഴിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന മുൻകാല ചരിത്രത്തെ അനുഭവങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. താങ്കൾക്ക് ഈ സർക്കാരിൻ്റെ മൂന്നാറിൽ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പ്രത്യേക നയത്തിൽ പ്രതീക്ഷയുണ്ടോ? എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ മൂന്നാറിലെ പ്രവർത്തനങ്ങളെ പ്രതിപക്ഷം നോക്കിക്കാണുന്നത്? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെൻറ് ഭൂമി ഏറ്റെടുത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ശ്രീ തിരുവഞ്ചൂർ റവന്യൂ മന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഭൂമിയുടെ കണക്ക് ഇന്ന് ഗവൺമെൻറ് കൈവശമുണ്ടല്ലോ. അവിടെയൊക്കെ ബോർഡും വെച്ചു. അവിടെയുള്ള പ്രശ്നം, ഏറ്റെടുക്കും, ബോർഡ് വെക്കും, കുറേ കഴിയുമ്പോഴേക്കും ഇത് നോക്കാനാളില്ല, വീണ്ടും അങ്ങ് കൈവിട്ട് പോവുകയാണ്. ഇപ്പോഴും റവന്യൂ വകുപ്പ് പിടിച്ചെടുക്കുന്നത് വൻകിട കയ്യേറ്റക്കാരുടെ ഭൂമി പിടിച്ചെടുക്കുമ്പോൾ ബോർഡ് വെച്ചുകൊണ്ട് കാര്യമുണ്ട്. അപ്പോൾ VS പോയി ബോർഡ് വെച്ചല്ലേ, പിറ്റേ ആഴ്ച ബോർഡങ്ങ് പോയി, തിരുവനന്തപുരം പോയി പിടിച്ചെടുത്തു, ബോർഡ് പോയി. പിന്നെ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇന്ന് ഇപ്പോൾ ശിവദാസിന് പറയാൻ കഴിയുമോ, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മൂന്നാർ പഞ്ചായത്ത് 2 നിലയിൽ കൂടുതൽ ബിൽഡിങ്ങിന് പെർമിറ്റ് കൊടുത്തില്ല എന്ന് പറയാൻ കഴിയുമോ? കൊടുത്തിട്ടുണ്ട്. എന്താ കാര്യം? നിലനിൽക്കുന്ന നിയമം അതാണ്. നമ്മുടെ ബിൽഡിംഗ് റൂൾസ് അനുസരിച്ചിട്ട്
ഒരു FIR വെച്ച് ബിൽഡിങ്ങിന് ഇപ്പോൾ സ്ഥലം കൂടുതലുണ്ടെങ്കിൽ മുകളിലേക്ക് കൊടുക്കും. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയെങ്കിലും മൂന്നാറിൻ്റെ പ്രത്യേകത കണക്കിലെടുത്ത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന് കൊടുക്കില്ല എന്ന് ആക്ടിൽ മാറ്റം വരുത്തണ്ടേ? അതിന് ഗവൺമെൻറ് തയ്യാറാവണ്ടേ? പിന്നെ അവിടെ ഈ 2-3 സെൻറ്റ് കൊടുക്കുന്നതിന് ആരും എതിരില്ലല്ലോ. ഉള്ള പ്രശ്നം CR കാര്യം പറഞ്ഞാൽ കറക്റ്റാണ്. ഈ 2 സെൻറ്റ് 3 സെൻറ്റ് കൊടുത്ത് അവർക്ക് പിടിയില്ല എവിടെ ഭൂമി എന്നുള്ളത്. ശരിക്കും നമ്മുടെ ആ മൂന്നാർ സിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മൂന്നാർ ടൗൺഷിപ്പ് എന്ന് പറയുന്ന ആടെ കൈവശമായിരിക്കുന്നത്. വല്ലവരുടെയും പേരിൽ പട്ടയം ഉണ്ടാകും, പക്ഷേ അത് 4-5 പട്ടയം ഒരുമിച്ച് വാങ്ങിച്ചാണ് കെട്ടിടം മുഴുവൻ വന്നിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ ചോദിക്കും, നിങ്ങൾ നടപടി എടുത്തില്ല. ഞങ്ങൾ നടപടി എടുത്തില്ല എന്നതുകൊണ്ട് ഈ ഗവൺമെൻറ് നടപടി എടുക്കാതിരിക്കാൻ അത് വഴുതാകരുതല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഹരിത ട്രൈബ്യൂണലിൻ്റെ വിധി ഇത്രയും പോരാ. അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ടത്, ഒന്ന്, ഈ കുടിയേറ്റവും കയ്യേറ്റവും രണ്ടായിട്ട് കാണണം. ഈ കുടിയേറിയെന്ന് പറഞ്ഞാൽ മൂന്നാർ ടൗൺഷിപ്പിലൊന്നും അല്ല. കുടിയേറ്റം ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ താഴെ അവർ കൃഷി ജീവിക്കുന്നവരാണ്, അവർക്ക് കൊടുക്കണില്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. 1177 എന്നുള്ള ആ ഒരു കട്ട് ഓഫ് ഡേറ്റ് കൊണ്ടുവന്ന് ഏക്കാനിയുടെ കാലത്ത് 77 അന്ന് കൊണ്ടുവന്ന കട്ട് ഓഫ് ഡേറ്റാണ്. പക്ഷേ ഇപ്പോഴും മുഴുവൻ പേർക്ക് പട്ടയം കൊടുത്തിട്ടില്ല. പക്ഷേ ഉള്ള പ്രശ്നം, അവിടുത്തെ സാധാരണക്കാരനല്ലല്ലോ ഈ റിസോർട്ട് മുഴുവൻ പണി വെച്ചിരിക്കുന്നത്. അതിനെതിരായി ഗവൺമെൻറ് ശക്തമായി നീങ്ങുമെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്തിന് കൂടെ നിൽക്കേണ്ടി വരും. ഞങ്ങൾ നിൽക്കും, ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ മൂന്നാറിന് വേണ്ടി ഒരു പ്രത്യേകമായ നിയമനിർമ്മാണം കൊണ്ടുവരാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ? ഞങ്ങൾ സഹകരിക്കാം. റൈറ്റ്. ഒരു ഇടവേളയിലേക്ക് പോവുകയാണ് ഡോക്ടർ വി ശിവദാസൻ. അദ്ദേഹം ഇനി തുടർന്ന് ഈ ചർച്ചയിൽ ഉണ്ടാകില്ല. അദ്ദേഹം ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുക എന്നതുകൊണ്ട് വളരെയധികം ഡോക്ടർ വി ശിവദാസൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇടവേളയ്ക്ക് ശേഷം നമ്മളോടൊപ്പം ഉണ്ടാകും റിട്ടയർഡ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഫോറസ്റ്റ് VK ഫ്രാൻസിസ് കൂടി ഈ ചർച്ചയുടെ ഭാഗമായി ഇടവേളയ്ക്ക് ശേഷം അതിഥികൾ ഒപ്പമുണ്ടാകും. മൂന്നാറിൽ സർക്കാരിൻ്റെ പ്രത്യേക നയമെന്ത്? നമ്മളോടൊപ്പം റിട്ടയർഡ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഫോറസ്റ്റ് VK ഫ്രാൻസിസ് ടെലിഫോണിലുണ്ട്. ശ്രീ VK ഫ്രാൻസിസ്, ഇപ്പോൾ താങ്കളുണ്ടല്ലോ അല്ലേ ടെലിഫോണിൽ? VK ഫ്രാൻസിസ്, ഇപ്പോൾ ഹരിത ട്രൈബ്യൂണൽ നൽകിയിരിക്കുന്ന ഉത്തരവ്, ഇനി മുതൽ അവിടെ അനധികൃതമായ നിർമ്മാണങ്ങൾ പാടില്ല, ഇനി പുതിയ നിർമ്മാണങ്ങൾ നടത്തണമെങ്കിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും അനുമതി കൂടിയേ തീരൂ എന്ന് തുടങ്ങി കാർഡമം റിസർവ് ഹില്ലിൽ നിന്ന് മരം മുറിക്കുന്നതിന് കർശനമായ നിയന്ത്രണം വരെ ഏർപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. താങ്കൾ മൂന്നാർ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണല്ലോ. എങ്ങനെയാണ് മൂന്നാറിലെ കെട്ടിട നിർമ്മാണങ്ങൾ നടക്കുന്നത്? ആരുടെയൊക്കെ അനുമതിയോടുകൂടി, എന്തെല്ലാം ചട്ടങ്ങൾ പാലിച്ച്, എങ്ങനെയാണ് കാർഡമം ഹിൽ റിസർവിലുള്ള മരങ്ങൾ മുറിച്ച് അവിടെ അനധികൃത കെട്ടിട നിർമ്മാണം നടക്കാനുള്ള സാധ്യതകൾ ഒരുങ്ങുന്നത്? ഇതിൽ ആദ്യം തന്നെ CHR കുറിച്ച് പറഞ്ഞു വരാം. അത് മൂന്നാറിലേക്ക് വരാം. CHR എന്ന കാർഡമം ഹിൽ റിസർവ് എന്ന് പറയുന്നത് സാക്ഷാൽ കേരള ഫോറസ്റ്റ് ആക്ട് അനുസരിച്ചുള്ള നോട്ടിഫൈഡ് റിസർവ് ഫോറസ്റ്റ് തന്നെയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 1975 സ്റ്റേറ്റ് വേഴ്സസ് ശശി എന്ന് പറയുന്ന ഒരു കേസിനകത്ത്, അത് റിപ്പോർട്ടഡ് കേസാണ്, KLT 839 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശശി വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, കാർഡമം ഹിൽ റിസർവ് എന്ന് പറയുന്നത് പഴയ തിരുവിതാംകൂർ സർക്കാർ കൊല്ലവർഷം 1068 ആണ്ടിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഫോറസ്റ്റ് റെഗുലേഷൻ ഉണ്ട്. അന്ന് റെഗുലേഷൻ ആക്ട് എന്നല്ല പറയുന്നത്, റെഗുലേഷൻ എന്നാ പറയുന്നത്. ഫോറസ്റ്റ് റെഗുലേഷൻ പാർട്ട് 2 അനുസരിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ ഇന്നത്തെ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് സെക്ഷൻ 4 വരെ 19 വരെയുള്ള ഘടകങ്ങളുള്ള അതേ രീതിയിൽ തന്നെ ഫോറസ്റ്റ് റെഗുലേഷൻ അനുസരിച്ച് ഡിക്ലെയർ ചെയ്തിട്ടുള്ള റിസർവ്ഡ് ഫോറസ്റ്റ് തന്നെയാണ് ഈ CHR എന്ന് പറയുന്നത്. ഇനി GOMS 804/57 എന്ന് പറയുന്ന ഒരു GO ഇറക്കി അന്നത്തെ കേരള സർക്കാർ. 57 കേരള സർക്കാർ ഒരു GO ഇറക്കി. അതിനൊരു ഓമന പേരുണ്ട്, GO കൺട്രോൾ GO എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ GOയിനകത്ത് ഫസ്റ്റ് പാർട്ട് പറയുന്നതിൽ പ്രൊട്ടക്ഷൻ ഓഫ് ഡിറ്റക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ലാൻഡ് വെസ്റ്റ് വിത്ത് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, whereas the protection of tree growth west with the Department of Forest എന്നാണ് പറയുന്നത്. അതായത് ഈ ഭൂമി, അവിടുത്തെ ഈ CH റിസർവിലെ ഭൂമിയുടെ സംരക്ഷണം, അതിനകത്ത് എൻക്രോച്ച്മെന്റ് കണ്ടുപിടിക്കൽ, ഒഴിപ്പിക്കൽ, ഇതെല്ലാം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ചുമതലയും അവിടെ നിൽക്കുന്ന മരത്തിന്റെ സംരക്ഷണം മാത്രം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചുമതലയും എന്ന് ഏതോ തരത്തിൽ തെറ്റായിട്ട് സർക്കാർ GO ഇറക്കി 804/57. അതേ സമയത്ത് ഈ തിരുവിതാംകൂർ രാജാവിന്റെ പ്രഖ്യാപനമുണ്ട്. അതായത് 1900 കൊല്ലവർഷം 1068 ഒരു ഫോറസ്റ്റ് റെഗുലേഷൻ പാർട്ട് 2 അനുസരിച്ചുള്ള ആ റിസർവ് ഫോറസ്റ്റ് ആണെന്നുള്ള ഡിക്ലറേഷൻ മറന്നുകൊണ്ടാണ്
കേരള സ്വതന്ത്ര കേരളം 804/57 എന്ന് പറയുന്ന ജിയോ ഇറക്കിയിട്ടുള്ളത്. അതനുസരിച്ച് ഭൂമി റവന്യൂ ഡിപ്പാർട്ട്മെന്റെയും മരം ഫോറസ്റ്റിന്റെയും മാറി. അങ്ങനെയാണ് മതികെട്ടാൻ ഉൾപ്പെടെയുള്ള എൻക്രോച്ച്മെന്റ് ഉണ്ടാവാൻ. അതേ നില തന്നെയല്ലേ, അതേ പദവിയല്ലേ ഇപ്പോഴും നിലനിൽക്കുന്നത്? അല്ല, അത് തെറ്റാണ്. അത് തിരുവിതാംകൂർ രാജാവ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന 1068 കൊല്ലവർഷം 1068 ഫോറസ്റ്റ് റെഗുലേഷൻ ഇന്നും ഫോഴ്സിലാണ് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശശി വേഴ്സസ് സ്റ്റേറ്റ് വേഴ്സസ് ശശി എന്ന് പറയുന്ന കേസ് 1975 റീഅഫേം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം കൃത്യമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൺട്രോളിൽ വരുത്തുകയും അതിന് ഇന്നത്തെ അവസ്ഥ, കാരണം താങ്കൾ പറഞ്ഞ പോലെ തന്നെ ദീർഘനാൾ ഞാൻ മൂന്നാറിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ദേവിയോളം ഫോറസ്റ്റ് റേഞ്ചർ ആയിരുന്ന സമയത്താണ് മതികെട്ടാൻ എവിക്ട് ചെയ്തത്. അതിന്റെ തിക്തഫലം ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ട വേദിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. തീർച്ചയായിട്ടും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം അന്നും ഇന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് മൂന്നാറിൽ ഉണ്ടാകുന്ന ഈ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. വേറൊന്നുകൂടി പറയട്ടെ, അവിടെ എങ്ങനെയാണ് കെട്ടിടങ്ങൾ, അവിടുത്തെ ബിൽഡിംഗ് റൂൾസിൽ എന്താണ് പ്രത്യേകതയുള്ളത്? എങ്ങനെയാണ് ഈ പറയുന്ന താങ്കൾ പറഞ്ഞ ഈ കാർഡമം ഹിൽ റിസർവിലായാലും അതല്ലെങ്കിലും പ്രത്യേക പാരിസ്ഥിതിക സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തി അവിടെ കെട്ടിട നിർമ്മാണം നിയന്ത്രിക്കപ്പെടേണ്ട സ്ഥലത്ത് പോലും ഇത്ര വലിയ കെട്ടിടങ്ങൾ കെട്ടി ഉയർത്താൻ എങ്ങനെ സാധിക്കുന്നു? അത് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം മാത്രമാണ്. അത് നോക്കേണ്ടവർ നോക്കാത്തത് കൊണ്ടാണ് ഇടിച്ചു പൊളിക്കുന്നത്. അത് തറയെട്ടുമ്പോൾ സമയത്ത് തന്നെ ഇപ്പൊ താങ്കളുടെ TV ചാനലിന്റെ ദൃശ്യത്തിൽ കാണുന്ന പോലുള്ള കെട്ടിടം ഉയർന്നു വന്നിട്ടുള്ള ഓൾ ഓഫ് എ സഡൻ ഒരു 27 മണിക്കൂർ കൊണ്ടോ 24 ദിവസം കൊണ്ടോ അല്ല, ചുരുങ്ങിയത് 2 വർഷത്തെ പ്രവർത്തനം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ 2 വർഷം ഈ കെട്ടിടം പണിത് ഉയർത്തുന്ന 2 വർഷം ഇവിടുത്തെ നിയമങ്ങൾക്ക് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അത് നോക്കി കാണേണ്ടത്, തല്ലിപ്പൊളിക്കേണ്ട സമയത്ത് തല്ലിപ്പൊളിക്കേണ്ടവർ, തടയേണ്ടവർ, കഴുത്ത് പിടിച്ച് വെളിയിലിറക്കേണ്ടവർ ആ ജോലി ചെയ്യാതിരുന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ വന്നിട്ടുള്ളത്. നിയമത്തിന്റെ ഒരു കുറവുമില്ല. മറ്റൊരു ചാനലിൽ ഒരിക്കൽ ഞാൻ, താങ്കളുടെ ചാനലാണോ എന്ന് എനിക്കറിയില്ല, ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ കേട്ടു പുതിയ നിയമം ഉണ്ടാക്കാനാണ് സർക്കാർ പോകുന്നത്. നിയമത്തിന്റെ ആധിക്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. നിയമത്തിന്റെ ഒരു കുറവുമില്ല, എല്ലാ നിയമങ്ങളും ഉണ്ട്. ആ നിയമം പാലിക്കുന്നതിൽ വരുന്ന വീഴ്ച മാത്രമാണ്. പാലിക്കാൻ തന്റെ ഇടവും നട്ടലും ഉള്ള ഉദ്യോഗസ്ഥന്മാരില്ലാത്തതാണ് ഇതിന് മുഴുവൻ കാരണം. ഇനി വേറൊന്നുകൂടി പറഞ്ഞുതരാം. ബഹുമാനപ്പെട്ട ബിനോയ് വിശ്വം കേരള വനം മന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്തിരുന്നു. മൂന്നാറില് 17,000 ഏക്കർ KDH വില്ലേജിൽ 17,000 ഏക്കർ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ആ സ്ഥലം പല ബിറ്റുകളായിട്ടാണ് കിടക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പരാമർശിക്കപ്പെടുന്ന കെട്ടിടങ്ങൾ നിൽക്കുന്ന പല സ്ഥലങ്ങളിലും ഈ ബിറ്റുകളുണ്ട്, ഈ കൊച്ചു കഷ്ണങ്ങളുണ്ട്. 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കർ വീതം വരുന്ന കഷ്ണങ്ങളുണ്ട്. ആ കഷ്ണങ്ങളെല്ലാം ക്രോഡീകരിച്ച് വനംവകുപ്പിന്റെ കയ്യിൽ വരാത്തതിന് ഉത്തരവാദി വനംവകുപ്പ് തന്നെയാണ്. അവർക്ക് അത് മേൽനോട്ടം വഹിക്കേണ്ട, അതിന് മുൻകൈ എടുക്കേണ്ട മൂന്നാർ DFO ഗവൺമെന്റ് സ്റ്റേജിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവിടെ ഒരു സെറ്റിൽമെന്റ് ഓഫീസറെ നിയമിച്ചു. ഈ സെറ്റിൽമെന്റ് ഓഫീസർക്ക് വരുന്ന ലോജിസ്റ്റിക് അറേഞ്ച്മെന്റ് ചെയ്തു കൊടുക്കേണ്ടതും അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും അദ്ദേഹത്തെ ഊർജ്ജസ്വലമായി പ്രവർത്തിപ്പിക്കുകയും ചെയ്യേണ്ടത് മൂന്നാർ DFOയുടെ ചുമതലയാണ്. അവിടുത്തെ സെറ്റിൽമെന്റ് ഓഫീസർ ആണെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് അതിശയം വരും. സാക്ഷാൽ ദേവികുളം സബ് കളക്ടറാണ്. ദേവികുളം സബ് കളക്ടർക്ക് സെക്ഷൻ 4 ഒരു പ്രൊക്ലമേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടുന്ന സൗകര്യം പോലും മൂന്നാർ DFO ചെയ്തു കൊടുത്തിരുന്നു എങ്കിൽ ഇന്ന് ഈ കയ്യേറ്റങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. മൂന്നാർ ടൗണിലെയും അതിനനുബന്ധമായിട്ടുള്ള, താങ്കൾ മൂന്നാർ സന്ദർശിച്ചിട്ട് അറിയാൻ പറ്റും, KSRTC സ്റ്റാൻഡിനടുത്തുള്ള കുറെ യൂക്കാലിത്തോട്ടങ്ങൾ ഉൾപ്പെടെ എന്ന് വേണ്ട അതുപോലെ കുറെ ബിറ്റുകള് കഷ്ണങ്ങൾ 17,000 ഏക്കർ വരുന്ന ഭൂമി ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലായിരുന്നു എങ്കിൽ അന്ന് കൃത്യമായിട്ട് അജണ്ട തിരിച്ച് എടുത്തിരുന്നു എങ്കിൽ ഈ പറയപ്പെട്ട പ്രശ്നങ്ങളിൽ ശ്രീ പി പ്രസാദ്, എങ്ങനെയാണ് മൂന്നാറിൽ നിരന്തരം ഈ സർക്കാർ സംവിധാനങ്ങളുടെ പോരായ്മ കൊണ്ട് അവരുടെ അഴിമതിക്കാരുടെ ഒത്താശ കൊണ്ട് മൂന്നാറിൽ അതിൻ്റെ പരിസ്ഥിതി നാശം ഉണ്ടാക്കുന്ന തരത്തിൽ ഈ പറയുന്ന അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. ഇനി ഈ സർക്കാർ ആ കയ്യേറ്റമെല്ലാം ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ പരിപാടിയുമായി ഇറങ്ങുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ കാർഡമം ഹിൽ റിസർവ് ഉൾപ്പെടെയുള്ള ഈ പറയുന്ന അതീവ സെൻസിറ്റീവായി നിൽക്കുന്ന ഈ പ്രദേശത്ത് കയ്യേറ്റം ഒഴിപ്പിക്കലിന് നിങ്ങൾക്ക് ഒരു ദിശാബോധം നൽകാൻ കഴിയുക? ഏതൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു നടപടിയിലേക്ക് സർക്കാർ വരിക? എങ്ങനെയാണ് ഒരു പദ്ധതി നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുക? മൂന്നാറിലെ ഈ പറയുന്ന അനധികൃതമായ കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിക്കണം എന്ന കാര്യത്തിൽ റവന്യൂ വകുപ്പിനും സർക്കാരിനും ഇച്ഛാശക്തിയുണ്ട്.
ശ്രീ സി ആർ കുറേയേറെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ സംസാരിച്ചു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു. അവിടെ ഇപ്പോൾ ഈ പറയുന്ന ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നപ്പോൾ ഈ നടപടികൾ എടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ്. തൊട്ടു മുമ്പ് ആരായിരുന്നു അവിടെ സബ് കളക്ടർ? നമ്മളൊന്നും അന്വേഷിക്കേണ്ട അതിനെപ്പറ്റിയെല്ലാം. അവിടെ ആ പദവി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ദേവികുളത്തെ സബ് കളക്ടർ പോസ്റ്റിൽ ആളില്ലായിരുന്നു. നിശ്ചയിക്കപ്പെട്ടിരുന്ന ആൾ മന്ത്രിയെ വന്ന് കണ്ടു പറഞ്ഞത് എന്നെ അങ്ങോട്ടേക്ക് വിടരുത്, എൻ്റെ കുടുംബം മുഴുവൻ തകർക്കും എന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. രാഷ്ട്രീയത്തിൻ്റെ പിൻബലമുള്ള മാഫിയയുടെ ഭീഷണിക്ക് മുമ്പിൽ ഉദ്യോഗസ്ഥന്മാർ വല്ലാണ്ടായി നിൽക്കുന്ന അവസരത്തിലാണ് റവന്യൂ വകുപ്പ് മന്ത്രി ഇച്ഛാശക്തിയോടുകൂടി തിരുവല്ലയിലെ സബ് കളക്ടറായിരുന്ന ശ്രീറാം വെങ്കട്ടരാമനെ അവിടുത്തെ ചുമതല കൊടുത്ത് ഈ ഉത്തരവാദിത്വം നിശ്ചയിച്ചു കൊടുത്ത് അങ്ങോട്ടേക്ക് നിയോഗിക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ ഇച്ഛാശക്തി ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിന് ശേഷം ഒരു അനധികൃത കെട്ടിടത്തിനും അവിടെ അനുവാദം കൊടുത്തിട്ടില്ല. അനധികൃതമായി പണിതുകൊണ്ടിരുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. NOC നിർബന്ധമാക്കി. അതിൻ്റെ പേരിലാണ് ദേവികുളത്തെ RDO ഓഫീസിന് മുമ്പിൽ, സബ് കളക്ടർ ഓഫീസിന് മുമ്പിൽ നിരന്തരമായ സമരങ്ങളെല്ലാം ഉണ്ടായത്. അവിടെയെല്ലാം അതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഈ ഗവൺമെൻറ് ഒരു നിലപാടെടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കേരള ഹൈക്കോടതി 2010 വിധിക്കനുസരിച്ചിട്ട് ഈ ഗവൺമെൻറ് വന്നപ്പോൾ റവന്യൂ വകുപ്പും സർക്കാരും ആ കാര്യത്തിൽ ഒരു നയവും പരിപാടിയും സ്വീകരിച്ചിട്ട് അത് നിർബന്ധമാക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നതുകൊണ്ടാണ്. ഇവിടെ മൂന്നാറിനെ കയ്യേറ്റക്കാർക്ക് എറിഞ്ഞു കൊടുക്കണോ വേണ്ടോ എന്നുള്ള ഏറ്റവും പ്രമുഖമായ ചോദ്യമുണ്ട്. കയ്യേറ്റക്കാർ ചെറിയ കക്ഷികളല്ല എന്ന് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയത്തിൻ്റെയും മറ്റും ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റും പിന്തുണയും പിൻബലവും തേടി തടിച്ചു കൊഴുത്തവർന്ന് മാത്രമല്ല എല്ലാവരെയും വരുതിയിൽ നിർത്താൻ തങ്ങൾക്ക് കെൽപ്പുള്ളവരാണെന്ന് അഹങ്കരിക്കുകയും കൂടി ചെയ്യുന്ന ഒരു കയ്യേറ്റ മാഫിയയാണ് മൂന്നാറിലുള്ളത്. ആ കയ്യേറ്റ മാഫിയയ്ക്ക് ഇട്ട് കളിക്കാനുള്ള ഇടമായിട്ട് മൂന്നാറിനെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ടാണ് എന്തെല്ലാം വിവാദങ്ങൾ ഉയർന്നു വരുന്ന അവസരത്തിലും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വരുന്ന അവസരത്തിലും ആ കാര്യത്തിൽ നിന്ന് പുറകോട്ടേക്കില്ല എന്ന് റവന്യൂ വകുപ്പും സംസ്ഥാന സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. ഈ നടപടികളുമായിട്ട് മുമ്പോട്ടേക്ക് പോകും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ കഴിഞ്ഞ ഗവൺമെൻറ് LDF ഗവൺമെൻറ് കാലത്ത് 17,000-ഓളം ഏക്കർ ഭൂമി ഈ പറഞ്ഞതുപോലെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചതാണ്. അതൊക്കെ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടായിരുന്നു. നീലക്കുറിഞ്ഞി സാങ്കേതിക ഇന്ന് ഗ്രീൻ ട്രിബ്യൂണൽ പറഞ്ഞിട്ടുണ്ട്, സെറ്റിൽമെൻറ്റ് ഓഫീസറായിട്ട് സബ് കളക്ടറെ നിയോഗിച്ച് ആ നടപടിക്രമങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം പറഞ്ഞിട്ടുണ്ട്. മൂന്നാറിൻ്റെ അതീവ പ്രാധാന്യം, പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ആ മേഖലയുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയമായ നടപടിയായി തന്നെ കണക്കാക്കേണ്ടതുണ്ട് എന്നാണ് CPIയുടെ പക്ഷം. പശ്ചിമഘട്ടത്തെ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കാൻ പാടില്ലാത്തതാണ്. ഇത് കാലാവസ്ഥയുടെ പ്രശ്നമാണ്, വെള്ളത്തിൻ്റെ പ്രശ്നമാണ്, ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. അത് കുറച്ച് കയ്യേറ്റക്കാർക്ക് തടിച്ചു കൊഴുക്കാൻ വേണ്ടിയുള്ളൊരു പ്രശ്നമല്ല എന്ന് ഈ ഗവൺമെൻറ് പറഞ്ഞു. ഈ നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ്. അതിന് അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഈ നിമിഷം വരെ. അതുകൊണ്ടാണ് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ CR നീലകണ്ഠൻ മൂന്നാറിൽ ഹരിത ട്രൈബ്യൂണൽ ഇറക്കിയിരിക്കുന്ന ഈ വിധി മൂന്നാർ വിഷയത്തിൽ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, വിധിയോ റിപ്പോർട്ടോ നിയമമോ ഇല്ലാത്തത് കൊണ്ടല്ല, ഗവൺമെൻറ് മെഷീനറി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ പ്രസാദ് പറഞ്ഞപ്പോൾ ശരിയാണ്. ശ്രീറാം വെങ്കിട്ടരാമനെ അവിടെ സേവികുളം സബ് കളക്ടറായി വെച്ചതിനെ അങ്ങേയറ്റം സ്വാഗതം ചെയ്ത ആളുകളാണ് ഞങ്ങളൊക്കെ. അദ്ദേഹം ഏത് തരത്തിലുള്ള നിയമപരമായ നടപടിയുമായി മുമ്പോട്ട് പോയാലും അതിനെല്ലാ പിന്തുണയും കൊടുക്കും എന്ന് പരസ്യമായി ഇപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. കാരണം അദ്ദേഹത്തിന് അതിനൊരു വിഷനുണ്ട്, അദ്ദേഹത്തിന് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു റവന്യൂ മന്ത്രിയുണ്ട്. ഒരഭിപ്രായ വ്യത്യാസം എനിക്കില്ല. പക്ഷേ പ്രശ്നം അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായി എന്ന് നമ്മൾ കണ്ടു. ആ തടസ്സം ചെറിയ തടസ്സമല്ല, ആ തടസ്സങ്ങൾ ചെറിയ ആളുകളുമല്ല, പ്രസാദ് പറഞ്ഞതുപോലെ വലിയ ആളുകളാണ്. അതുകൊണ്ട് അത് മന്ത്രിസഭയിലും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളുകളാണ്. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, സർവകക്ഷി യോഗത്തിൽ 154 കയ്യേറ്റങ്ങൾ റവന്യൂ മന്ത്രി ഇത് അന്വേഷിച്ച് കണ്ടെത്തി കൃത്യമായി രേഖപ്പെടുത്തി കൊടുത്തിട്ട് ഇതിൻ്റെ മുൻഗണനാക്രമം എന്തായിരിക്കുമെന്ന് പറയാനാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്. മുഖ്യമന്ത്രി അത് പറഞ്ഞില്ല. ഇതിൽ 1, 2, 3, 4 ഈ 154 ഞങ്ങൾ ഒഴിപ്പിക്കുമെന്ന വാചകം മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വീണില്ല. അവിടെയാണ് ഞങ്ങൾക്ക് സങ്കടം. അങ്ങനെ വീണിരുന്നുവെങ്കിൽ പ്രസാദ് പറഞ്ഞതിനെ ഗവൺമെൻറ് പോളിസിയായി ഞാൻ കാണുമായിരുന്നു. മുഖ്യമന്ത്രി അതും പറഞ്ഞ് പിന്നെ ജനപ്രതിനിധികൾ പിന്നെ ആലോചന, എങ്ങനെയാണത് പറ്റുക? ഇവിടെ ഒരു ക്രിമിനൽ കുറ്റമാണ് നടന്നിട്ടുള്ളത്. സർക്കാരിൻ്റെ ഭൂമി കയ്യേറുക എന്നുള്ളത് ഒരു ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റം അത് കണ്ടെത്തി, റവന്യൂ വകുപ്പ് കൃത്യമായി കണ്ടെത്തി. അത് ഇന്നത് എടുക്കണമെന്ന് പറഞ്ഞു, അതിന് ഉദ്യോഗസ്ഥനുണ്ട്. പക്ഷേ പോകാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട് എന്ന് അനുഭവങ്ങൾ കാണിക്കുന്നു. അതിനെ മറികടക്കാനുള്ള ഇച്ഛാശക്തി എത്രത്തോളം സർക്കാർ കാണിക്കും, അതിനനുസരിച്ചാണ് ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ വിധിയും ഹൈക്കോടതി വിധിയും ഇനി ഉണ്ടാകുന്ന നിയമവും ഇല്ലാത്ത നിയമവും ഒക്കെ. ഇവിടെ വളരെ കൃത്യമാണ് ഗോപീഷ്ണൻ, ഒരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട. വലിയ തടസ്സങ്ങൾ
ഈ ഗവൺമെൻറ് നേരിടും. പ്രസാദ് ചോദിച്ച ഒരു കാര്യത്തിനും കൂടി മറുപടി. തീർച്ചയായും ഇപ്പോൾ ഡൊമിനിക് പ്രസൻറ്റേഷൻ തന്നെ പറഞ്ഞല്ലോ, 2011 മുതൽ 16 വരെ ഭരിച്ച അവരുടെ ഗവൺമെൻറ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ അത് മാത്രമല്ല, 2007 ശേഷം ഇപ്പോൾ സഖാവ് ബിനോയ് വിശ്വം ഏറ്റെടുത്ത ഭൂമി ആദ്യം അഭിനന്ദിച്ച ആളുകളിൽ ഒരാൾ ഞാനാണ്. പക്ഷേ ഇപ്പോൾ ആ ഏറ്റെടുത്ത ഭൂമിയിലും ഇപ്പോൾ റിസോർട്ടുകളുണ്ട്. അവിടെയാണ് പ്രശ്നം. വനഭൂമി എന്ന് പറയുന്ന സ്ഥലത്തും റിസോർട്ടുണ്ട്. അത് പോലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. അത് കൺഫ്യൂഷനാണ്. ഈ പറഞ്ഞ പോലെ റവന്യൂ ഭൂമിയും മറ്റേ മരം മുറിച്ച് പോയാൽ പിന്നെ റവന്യൂ ഭൂമിയുടെ തന്നെയല്ലേ. ഇപ്പോൾ പ്രസാദ് പറഞ്ഞതിലൊരു ചെറിയൊരു പ്രശ്നം, സർവകക്ഷി അവിടുത്തെ ജനപ്രതിനിധികളുടെ യോഗം കൂടിയ മിനിറ്റ്സ് വന്നു. മന്ത്രി പറഞ്ഞു അത് മിനിറ്റ്സ് മാത്രമാണ്, തീരുമാനമല്ല. ഒരു ചർച്ചയിൽ വന്ന മിനിറ്റ്സാണ്, അത് തീരുമാനമല്ല. ഗോപീഷൻ ആദ്യം ചോദിച്ച കാര്യം ഈ CHR റവന്യൂ ഭൂമി അതും കൂടി ചേർത്ത് വായിക്കണം. അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ആരാണ് കയ്യേറ്റം ഒഴിപ്പിക്കേണ്ടത്. അല്ല, അതിൽ ആ മിനിറ്റ്സിൽ പറഞ്ഞത് CR നീലകണ്ഠൻ ആ മിനിറ്റ്സിൽ പറഞ്ഞത് ഏലമലക്കാടുകൾ റവന്യൂ ഭൂമിയാണ്, വനമേഖലയ്ക്ക് പുറത്തുള്ള റവന്യൂ ഭൂമി എന്നാണ് ആ മിനിറ്റ്സിൽ പറഞ്ഞിരുന്നത്. അവിടെയാണ് പ്രതിപക്ഷം, അവിടെയാണ് അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. അതെ, അതാണ് ശ്രീ പി പ്രസാദ് അത് സമ്മതിച്ചിട്ടില്ല. അദ്ദേഹം അല്ല, അവിടെയാണ് പ്രശ്നമുള്ളത്. ഗോപീഷ്ണൻ ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ അപകടകരമാണ്. ഇപ്പോൾ പ്രസാദ് തന്നെ പറഞ്ഞല്ലോ, റവന്യൂ ഭൂമിയും വനത്തിൻ്റെ മരവും, അതൊക്കെ വളരെ കൺഫ്യൂസിംഗ് ആണ്. കാരണം മരം വെട്ടിപ്പോയാൽ പിന്നെ അത് റവന്യൂ ഭൂമിയാണ്, മരം കണ്ടമാനം വെട്ടിപ്പോവാണ്. അങ്ങനെ വെട്ടിപ്പോയാൽ പിന്നെ അത് റവന്യൂ ഭൂമിയല്ലേ, പിന്നെ അവിടെ എവിടെയാണ് മരം, പിന്നെ വനംവകുപ്പിന് അവിടെ എന്താ അവകാശം? ആ ചോദ്യങ്ങളൊക്കെ വരും. യഥാർത്ഥത്തിൽ അതിനെ വനഭൂമിയായിട്ട് തന്നെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നേരത്തെ മറ്റേ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പറഞ്ഞതുപോലെ അതിനെ വനഭൂമിയാണ് ഇന്നുള്ള നിയമം. സർക്കാർ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ള വേറെ കാര്യം. പക്ഷേ ഇന്ന് നിലവിലുള്ള നിയമം CHRനെ വനഭൂമിയായിട്ട് തന്നെയാണ്. മാത്രമല്ല വെസ്റ്റിംഗ് ഫോറസ്റ്റ് ആക്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, വൺസ് ഫോറസ്റ്റ് ഇറ്റ് ഈസ് ഓൾവേസ് ഫോറസ്റ്റ്. അവിടെ മരമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, വൺസ് ഫോറസ്റ്റ് ഇറ്റ് ഈസ്. അതല്ലാതെ മാറ്റണമെങ്കിൽ അവിടെയാണ് ചതി വരണേ. 1/77 കൊടുക്കാൻ വേണ്ട ഭൂമി വനഭൂമി മാറ്റി മേടിച്ചു എംപവേർഡ് കമ്മിറ്റിയുടെയും സുപ്രീം കോടതി അനുസരിച്ച്. അതിനപ്പുറത്തേക്ക് CHR കൂടി വന്നാൽ പിന്നെ അവിടെ യാതൊരു വനഭൂമിയും മൂന്നാറിലുണ്ടാവില്ല. മൂന്നാറിൻ്റെ പാരിസ്ഥിതിക അവസ്ഥയെ തകർക്കും, അവിടുത്തെ ജലസ്രോതസ്സുകളെ തകർക്കും, നദിയെ തകർക്കും. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമോ, ഏത് നിലയ്ക്ക് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ്, കെട്ടിട നിർമ്മാണത്തിന് മൂന്നാർ പഞ്ചായത്തിൽ മാത്രം അനുമതി പോരാ, റവന്യൂ വകുപ്പിന്റെ കൂടി അനുമതി നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഹരിത ട്രൈബ്യൂണലിന്റെ വിധി. ഇത് ഏത് നിലയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ CR നീലകണ്ഠൻ, ശ്രീ പി പ്രസാദ്, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ VK ഫ്രാൻസിസ്, ഡോക്ടർ V ശിവദാസൻ ഈ ചർച്ചയുടെ ഭാഗമായത്. ഇതോടെ ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി പൊളിമിക്സ് കാണാം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.